നമസ്കാരം, മറ്റൊരു വീഡിയോയിലോട്ടും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു ഡ്രോണിൻ്റെ അൺബോക്സിങ്ങുമായിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു E88 ഡ്രോണിൻ്റെ അൺബോക്സിംഗ് ഉണ്ടായിരുന്നു. അതൊരു കോൺട്രോങ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സാധനം ഞാൻ ആമസോണിൽ റിട്ടേൺ ചെയ്യുകയും അവരതെനിക്ക് റീഫണ്ട് ചെയ്യുകയും ചെയ്തു. ആ സാധനം എടുത്തുകൊണ്ടില്ല, അതിന് പകരം അവർ റീഫണ്ടാണ് തന്നത്. അതിനുശേഷം ഞാൻ വേറൊരു ഡ്രോൺ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ DM-96 സ്കൈ ഹണ്ടർ. ഇതാണ് ഇതിൻ്റെ പേര്. 6 ചാനൽ റിമോട്ട് കൺട്രോൾ ക്വാഡ് കോപ്റ്ററാണിത്. കുറേ ഫീച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കീ സെറ്റ് ഹൈ, ഫോൾഡബിൾ ഡ്രോണാണ്, 360 ഡിഗ്രി വേർഷൻ, 6 ചാനൽ RC സീരീസ് ആണ്, ഹെഡ്ലെസ് മോഡ്, 2.4 GHz വൈഫൈ ഉണ്ട്, LED ലൈറ്റ്സ് ഉണ്ട്, വർക്ക് വിത്ത് വൈഫൈ, ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റും, FPV ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത്. വിത്ത് റോവർ ഫങ്ഷൻ, ഹോവറിങ് പൊസിഷൻ, ഹൈറ്റ് കൺട്രോൾ. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുക, 14+ ഏജ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. 2 കളറിലാണെന്ന് തോന്നുന്നു വരുന്നത്. ഒന്ന് ബ്ലാക്ക്, ഒന്ന് യെല്ലോ. ഓട്ടോ ലാൻഡിങ് ഉണ്ട്, ഓട്ടോ ടേക്ക് ഓഫ് ഉണ്ട്, ഓട്ടോ ഹോവർ ഉണ്ട്, 360 ഡിഗ്രി സ്റ്റണ്ട് റോൾ ഉണ്ട്, ഓട്ടോ ഓറിയൻറ്റേഷൻ ഉണ്ട്, 3 സ്പീഡ് കൺട്രോളാണുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തായിരുന്നു. ഇത് യെല്ലോ ആണ് സാധനം, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, യെല്ലോ കളർ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബാഗ് ഉണ്ട്, ബ്ലാക്ക് കളർ ബാഗ് കിട്ടും. ഒരു ക്യാരി ബാഗാണ്. നമുക്കിതുപോലെ ക്യാരി ചെയ്യാൻ പറ്റും സാധനം. നല്ലൊരു ബാഗാണ്, ക്വാളിറ്റിയുള്ളൊരു ബാഗാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്താണ് ഡ്രോൺ ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സാധനം. ഇവിടെ ഒരു കുറച്ച് ആക്സസറീസ് കിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാനുവൽ, ഇതാണ് നമ്മളെ ഡ്രോണ്. അത് റിമോട്ട് കൺട്രോൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഫങ്ഷൻസ്. സ്പീഡ് കൺട്രോൾ, പിന്നെ കുറേ ബട്ടൺസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലാണ് ബാറ്ററി ഇടേണ്ടത്. 3 ബാറ്ററിയാണ് ഇടേണ്ടത്. ഞാൻ ഓൾറെഡി ബാറ്ററി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ അറ്റാച്ച് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഡ്രോൺ എന്ന് പറയുന്നത് ഇതാണ് ഡ്രോൺ. ഓക്കെ, നിങ്ങൾക്ക് കാണാം, യെല്ലോ കളർ ഡ്രോണാണിത്. ചെറിയൊരു ഡ്രോണാണ്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന ഡ്രോൺ കണ്ടല്ലേ, ചെറിയൊരു ഡ്രോൺ നമ്മൾ കയ്യിലിങ്ങനെ ഇരിക്കും. അതാണ് സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഒന്ന് പ്രവർത്തിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾക്ക് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പിന്നെ സാധാരണ എല്ലാ ഡ്രോൺ യൂസ് ചെയ്യുന്ന, അതായത് ഇതുപോലത്തെ ഡ്രോൺ യൂസ് ചെയ്യുന്ന ആപ്പ് തന്നെയാണ്. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഈ ഡ്രോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ വരുന്നത് ഇവിടെയാണ്. ക്യാമറ, ചെറിയൊരു ക്യാമറ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ബാറ്ററി ഏരിയ. ഫോൾഡബിൾ പ്രോ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സാധനമാണ്, വെയിറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നൊരു വെയിറ്റ് ഒരു 200 ഗ്രാം പോലും ഉണ്ടാവില്ല. അത്രയും വെയിറ്റ് കുറവാണ് ഈ സാധനത്തിന്. അപ്പോൾ നമ്മൾക്കിതൊന്ന് പ്രവർത്തിച്ച് നോക്കണം. അതിന് മുമ്പ് ഞാനൊന്ന് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് ഫോണിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവനെ ഒന്ന് എൻ്റെ ഇതൊക്കെ നിവർത്തി. ഇവിടെയാണ് പവർ സ്വിച്ച് ഉള്ളത്. ഇതിനൊന്ന് ഓൺ ചെയ്യാം. പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കണ്ടില്ല, ലൈറ്റ് വരും. ഇനി നമുക്ക് ഇവനെ നമ്മുടെ മൊബൈലിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിൽ പോയി കഴിഞ്ഞാൽ ഒരു വൈഫൈ യൂസ് ഉണ്ട്. അതായത് നമ്മൾ വൈഫൈയിൽ പോയിട്ട് വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് Wi-Fi_8K ഇതാണ് കാരണം. ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്റ്റ് ആവുന്നുണ്ട്. ഓൾവേസ് കണക്ട് കൊടുക്കണം. ഓക്കെ, അത് കണക്റ്റായി. നമുക്ക് ഇതിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ആപ്പിൻ്റെ പേര് RCFPV എന്നാണ്. ഇതൊരു കോമൺ ആയിട്ടുള്ള ആപ്പാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മൾ നോക്കാം. ഇതാണ് ക്യാമറ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ നോക്കാം. ഇതാണ് ക്യാമറ ക്വാളിറ്റി. ഒന്നുമില്ല, കാണാം.
അപ്പോൾ ഇതൊന്ന് കാലിബ്രേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ റിമോട്ടിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ മൂപ്പര് ഒന്ന് പൊങ്ങി. അപ്പോൾ നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. സ്പീഡാണ് ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ഒരു സ്പീഡിൽ പോകുന്നുണ്ട്. അയ്യോ അതെവിടെ പോയി ഗൈസ്, കണ്ടില്ലേ? സാധനം അങ്ങ് അടിച്ചു പോയി. അത് അപ്പുറത്തെ ഫീൽഡിൽ പോയി. അതായത് അത് പിന്നെ കോമ്പൗണ്ട് വാളാണ്, വാളൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതിൽ പോയിട്ട് കിട്ടുമെന്നറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ട സ്ഥലം. ഈ സാധനം നോക്കട്ടെ ഒന്ന്. ഗൈസ്, സാധനം തപ്പിയിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് തപ്പി നോക്കണം പിന്നെ എവിടെ ഉണ്ടാവുമെന്ന്. അവിടെ നിന്ന് പൊങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് വീണിട്ടാണുള്ളത്. ഒന്ന് സംഭവം മിസ്സിങ് ആണ്. ഞാൻ ആ ഫീൽഡിൽ മൊത്തം അരിച്ചു ഇറക്കി. പിന്നെ നമുക്ക് അധികം കളിക്കാൻ പറ്റില്ല. അവിടെ ക്ലോസ്ഡ് കോമ്പൗണ്ടാണ്. ഞാനതിൻ്റെ വാളൊക്കെ എടുത്ത് ചാടിയിട്ടാണ് പോയത്. പിന്നെ അപ്പുറത്തെ വാളിലാണെങ്കിൽ കുറേ ആൾക്കാർ, വണ്ടിയൊക്കെ ഉണ്ട്. പട്ടികളൊക്കെ കുരക്കാൻ തുടങ്ങി. ബാംഗ്ലൂരല്ലേ, നമ്മളവിടെ അതിക്രമിച്ച് കടന്നു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധനം പോയെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് സെർച്ച് ചെയ്ത് നോക്കണം, ആരെങ്കിലും ഉണ്ടോ എന്നെങ്കിൽ അവരോട് പറഞ്ഞിട്ട്.